ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് പരിപ്പും മത്തനിലയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അതാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിലധികം ഉണ്ടാക്കുന്ന ഇലക്കറികളിലൊന്നാണ് പരിപ്പും മത്തനും വെച്ചിട്ടുള്ള കറി. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 കാന്താരി മുളക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സവോള. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ല ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തുക. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1 വിസിലും കൂടി വന്നാൽ മതി. അപ്പം പരിപ്പ് ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ 2 വിസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും കൂടി വന്നാൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് മത്തനില അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10-20 മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയൊന്നും ചേർക്കില്ല. തേങ്ങയൊന്നും ചേർക്കാത്ത സാധാരണ ഒരു ഒഴിച്ചു കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പണ്ട് മത്തനില കഞ്ഞിവെള്ളത്തിൽ കടുക് വറുക്കുമല്ലോ, അതുപോലത്തെയൊക്കെയുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫുള്ളും എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസിൽ പോയോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ വിസിൽ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് മത്തൻ്റെ എല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം പരിപ്പ് ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി പരിപ്പ് മത്തൻ്റെ എല്ലാം കൂടി ഇടുമ്പോൾ ഒന്നും കൂടി നല്ല വെന്ത് കിട്ടും. അപ്പം ഞാനിനി മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഫുള്ളും മത്തൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ മത്തൻ്റെ ഇല ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 വിസിലും കൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും വിസിൽ വെക്കണമെന്നില്ല, വിസിൽ വെക്കുന്നതിന് മുമ്പേ വേണമെങ്കിലും എടുക്കാം. പിന്നെ വെള്ളം നോക്കിയിട്ട് ഇത്തിരി വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി കടുക് വറുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് എണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നല്ല പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ കൂടെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഉണക്കമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ചിടാൻ പോവുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ ഇലക്കറിക്ക് കറിവേപ്പില ഇടലില്ല, പക്ഷെ ഞാൻ ഇടും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കറിവേപ്പില. അപ്പോൾ 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം. ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മത്തൻ്റെ ഇലയും മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി നോക്കാം. എല്ലാവരും അവരവരുടെ പാകത്തിനൊക്കെയുള്ള ഉപ്പിടുക. അപ്പോൾ ഇനി ഞാൻ നോക്കി നോക്കട്ടെ ഇതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു തുള്ളി ഉപ്പും കൂടി വേണം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള മത്തൻ്റെ ഇലയും പരിപ്പും കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.